വെൽക്കം ടു എജ്യൂബോർഡ്. മക്കളെ, നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള ജോഗ്രഫി എക്സാം എന്നാണെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനമായും നമുക്ക് ക്വസ്റ്റ്യൻസ് ഓണം എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഏത് ക്വസ്റ്റ്യൻസ് ആകും എക്സാമിൽ ചോദിക്കുക എന്നുള്ളത്? നിർബന്ധമായിട്ടും ഓണം എക്സാമിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാൻ പോകും. ഇത് പഠിച്ചോളൂ, എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. റെഡിയാണോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ നോട്ട്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല, ജോയിൻ ചെയ്യുക എന്തൊക്കെ ലഭിക്കുന്ന അറിയോ? ഈ നോട്ട്സ് മാത്രമല്ല, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ സമ്മറി, ജോഗ്രഫിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും ദെൻ മൈക്രോബിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഓരോ ടോപ്പിക്കും സിമ്പിളായിട്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, വാ. Then define human geography. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ജോഗ്രഫി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. എന്താണ് മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ നിർവചനം? നമുക്ക് ത്രീ ഡെഫിനിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എന്തായാലും പഠിച്ചു വെച്ചോളൂ. റാഡ്സെലിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അലൻ സി സിമ്പിൾ അല്ലെ, ഹ്യൂമൻ ജോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ചേഞ്ചിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അൺറെസ്റ്റിംഗ് മാൻ ആൻഡ് ദി അൺസ്റ്റാബിൾ എർത്ത്. പഠിച്ചു വെച്ചോളൂ, നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് ഇത് എവിടെ ചോദിക്കും, വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഡെഫിനിഷൻ കൊടുക്കും, ചോദിക്കും ഇത് ആരുടെ ഡെഫിനിഷൻ ആണ്, വൺ വേർഡ് ഒക്കെ ആയിട്ട്. അപ്പൊ എന്താ ചെയ്യുക, നിങ്ങൾ മൂന്നും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പോൾ ബുഡേലെ പ്ലഷ്, ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് എന്ത്, ദെൻ പോസിബിലിസം ആൻഡ് നിയോ ഡിറ്റർമിനിസം. അറിയാലോ എന്താണ് സാധ്യതാവാദത്തിലെയും ദെൻ എന്താണ് നവവിധി വിശ്വാസം. ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്താണ്, പഠിച്ചോളൂ കേട്ടോ. എന്താണ് മക്കളെ പോസിബിലിസം? എന്താണ്? ദെൻ ലൂസിയൻ ഫെബർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ത്, അദ്ദേഹത്തിന് ഐഡിയ ആണ് എന്ത് പോസിബിലിസം എന്ന് പറയുന്നത്. ഇവിടെ ആരാണ്, ഇവിടെ എന്താണ്, മാൻ ആസ് ആൻ ആക്റ്റീവ് ഏജന്റ്. പോസിബിലിസത്തിൽ മാൻ ആണ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അവിടെ പ്രകൃതി എന്തല്ല, അത്ര ആക്റ്റീവ് ഏജന്റ് അല്ല. അത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാലോ? എങ്ങനെ പഠിക്കാം? രണ്ടും കമ്പയർ ചെയ്ത് എങ്ങനെ പഠിക്കാം? എന്താണ്, നാച്ചർ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്, ദെൻ ഹ്യൂമൻ ഹാവ് ഫുൾ ഫ്രീഡം ടു ചൂസ് ആൻഡ് ആക്ട്. പോസിബിലിറ്റിയിൽ എന്താണ്, പ്രകൃതി അനേകം സാധ്യതകളെ നൽകുന്നുണ്ട്. മനുഷ്യൻ എന്ത് ചെയ്യാണ്, തനിക്ക് ഇഷ്ടമുള്ളവയൊക്കെ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു. എന്നാൽ നിയോ ഡിറ്റർമിനിസത്തിൽ എങ്ങനെയാണ്, പ്രകൃതി ചില പരിധി വെക്കുന്നുണ്ട്. സ്റ്റോപ്പ്, ലിമിറ്റ് ഉണ്ട് അവിടെ. ആ ലിമിറ്റിൻ്റെ അകത്ത് നിന്നിട്ട് വേണം എന്ത്, മനുഷ്യനെ പ്രവർത്തിക്കാൻ. ഇവിടെ പ്രകൃതി ലിമിറ്റ് വെക്കുന്നുണ്ട്, അവിടെ പ്രകൃതിക്ക് എന്തില്ല, ലിമിറ്റ് അങ്ങനെ ഒന്നുമില്ല. അവിടെ ഹ്യൂമൻ ആണ് ആക്റ്റീവ് ഏജന്റ്, ഇവിടെ നേച്ചറാണ് ആക്റ്റീവ് ഏജന്റ്. ഇവിടെ എന്താണ്, ഹ്യൂമൻ ആർ എ ആക്റ്റീവ് ഏജന്റ്. ദെൻ ഹ്യൂമൻ ആർ ദ മസ്റ്റ് റെസ്പെക്ട് നാച്ചുറൽ ലിമിറ്റ്സ്. മനസ്സിലാകാറുണ്ട് നമ്മളുടെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഫ്രീഡം റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മറ്റൊരു ഇതാണ് ഇവിടെ പറയുന്നുണ്ട്, മാൻ ഈസ് എ ക്രിയേറ്റർ ആൻഡ് കൺട്രോളർ ഓഫ് ഹിസ് ഡെൻസിറ്റി നേച്ചർ സെക്കൻഡറി. ഇവിടെ പോസിബിൾസിൽ എന്താണ്, മനുഷ്യനാണ് ഇവിടെ ഫസ്റ്റ് റോള്, പ്രകൃതിക്ക് ഇവിടെ എന്താണ് സെക്കൻഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ദെൻ നിയോ ഡിറ്റർമിനിസത്തിൽ എന്താണ്, മാൻ ഈസ് എ കോ ആക്ടർ വിത്ത് നേച്ചറിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു കോ ആക്ടറാണ് ആര്, മാൻ എന്ന് പറയുന്നത്. ഹി മസ്റ്റ് ബാലൻസ് ഫ്രീഡം. ഇവിടെ ഒരു ബാലൻസ് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ ഉണ്ടാവുക. നമ്മൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടോപ്പിക് എന്തായാലും പഠിച്ചോളൂ, എക്സാമിന് ചോദിക്കും. സെറ്റാണല്ലോ മക്കളെ? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത.
അറിയോ എങ്ങനെ മക്കളെ ജനസാന്ദ്രത നിർവചിക്കുക? ഡെൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ ഒരു എക്സാം ഇല്ല മക്കളെ, പഠിച്ചോളൂ, എന്തായാലും ചോദിക്കും. എങ്ങനെ ഡെൻസിറ്റി കണക്കാക്കാം? എങ്ങനെയാണ്? ഒരു യൂണിറ്റ് ഭൂമിക്ക് അതിൽ വസിക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള പരിമിതമായ ശേഷിയുണ്ട്. അതിനാൽ ആളുകളുടെ എണ്ണവും ഭൂമിയുടെ വലിപ്പവും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുമില്ല, ഒരു ഭൂമി, നിങ്ങൾ താമസിക്കുന്ന പ്രദേശം, അവിടെ എന്താണ് നിങ്ങൾക്കുള്ള ആ പ്രദേശത്തിൽ എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. ആ ഭൂമി പ്രദേശത്തിന് വിസ്തീർണം എത്രയാണോ അവിടെ ആ ഒരു എണ്ണത്തിൽ അതിലും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് ജനസാന്ദ്രത കൂടുതലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ നമുക്കിത് കണക്കാക്കാം? എങ്ങനെയാണ്? ഒരു പ്രദേശത്തിന്റെ ജനസംഖ്യയെ സ്ഥലത്തിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കണക്കാക്കാം? ജനസാന്ദ്രത നമുക്ക് കണക്കാക്കാൻ പറ്റും. അറിയാലോ? യെസ്. പോപ്പുലേഷൻ ഡിവൈഡ് ബൈ സ്ക്വയർ കിലോമീറ്റർ ഹരിച്ച് നമുക്ക് അതിന് ഡെൻസിറ്റി കണക്കാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? പോസിറ്റീവ് ഗ്രോത്ത് പോപ്പുലേഷൻ ആൻഡ് നെഗറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടോപ്പിക്കുമാണ്. എന്തായാലും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. എന്താണ് പോസിറ്റീവ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ? എന്താണ്? ജനന നിരക്ക് 2 സമയങ്ങൾക്കിടയിലുള്ള മരണനിരക്കിനേക്കാൾ കൂടുതലോ ആകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സ്ഥിരമായി ഒരു പ്രദേശത്തേക്ക് കുടിയേറുകയോ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? അവിടെ ഒരു പോസിറ്റീവ് ഗ്രോത്ത് നമുക്ക് ഉണ്ടാകും. എന്നാൽ നെഗറ്റീവ് ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? 2 സമയങ്ങൾക്കിടയിൽ ജനസംഖ്യ കുറയുകയാണെങ്കിൽ അതിന് ജനസംഖ്യയുടെ നെഗറ്റീവ് വളർച്ച എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? പോസിറ്റീവ് ഗ്രോത്തും അതുപോലെ നെഗറ്റീവ് ഗ്രോത്തും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊന്നാണ് എന്ത്? ഡിഫൈൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. മാനവ വികസനം എന്താണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രക്ക് ഫാമിംഗ് ആൻഡ് ഫാക്ടറി ഫാമിംഗ്. ട്രക്ക് ഫാമിംഗ് എന്താണ്? ഫാക്ടറി ഫാമിംഗ് എന്താണെന്ന് പഠിച്ചു വെച്ചോളി. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ട്രക്ക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വെജിറ്റബിളുമായുള്ള കൃഷി രീതിയാണ്. അത് മാത്രമല്ല വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് കൂടുതൽ സമയം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കേടുവരാൻ ചാൻസ് കൂടുതലുള്ള ഇനമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ട്രക്ക് ഫാമിംഗ് നടത്തുമ്പോൾ ആ കർഷകന് ഇപ്പോൾ ഏത് വെജിറ്റബിൾ കൃഷി ചെയ്യുകയാണെങ്കിലും അത് വിളവെടുപ്പുമായി ഫ്രഷോട് കൂടെ എവിടെ കൊടുക്കണം? ചന്തയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും അടുത്തുള്ളൊരു കണക്ഷൻ വേണം. അതുകൊണ്ട് ഈ ഒരു വെജിറ്റബിൾ ഫ്രഷോടെ രാത്രിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. അതാണ് നമ്മുടെ ട്രക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഫാക്ടറി ഫാമിംഗ് എന്താണ്? യൂറോപ്പിലെ വ്യാവസായിക മേഖലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫാക്ടറി ഫാമിംഗ് കാണപ്പെടുന്നത്. ഇപ്പൊ കോഴി, കന്നുകാലി വളർത്തല് എന്നിവ തട്ടുകടകളിലൂടെ തൊഴുത്തുണ്ടാകും. താഴെ തൊഴുത്തിൽ പശുക്കളും മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. അതിന് മുകളിൽ തട്ടായിട്ട് എന്ത് ചെയ്യുക? കോഴി പോക്കുക, അത് കാടകൾ പോലെയുള്ളവയെ കൃഷി ചെയ്യുക. അതാണ് നമ്മൾ ഫാക്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഫാക്ടറിയിൽ എന്താണ്? എല്ലാ രോഗങ്ങളും അകറ്റാൻ സൂക്ഷ്മ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫാക്ടറി കൃഷിക്ക് കെട്ടിടങ്ങളും യന്ത്രങ്ങളും ചൂടാക്കലും ലൈറ്റിംഗ് സംവിധാനങ്ങളും 7 ദിവസത്തിൽ 24 മണിക്കൂറും എന്തും വേണം? വെറ്റിനറി സേവനങ്ങളും അനിവാര്യമാണ്. അപ്പോൾ ഒന്നും കൂടെ എന്താണ്? എക്സ്പെൻസീവ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഫാക്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, നമ്മുടെ ഈ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഇതിലൂടെ അവൈലബിൾ ആണ്, കിട്ടും. ഷുവർ ആണ്, ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? Shifting cultivation. The characteristics features of shifting cultivation. സ്ഥാനാന്തര കൃഷിയുടെ അതിൻ്റെ എന്താണ് സവിശേഷതകൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. നമുക്ക് എക്സാമിന് ചെയ്യുന്ന ചാൻസ് കൂടുതലുള്ള ടോപ്പിക്കാണ്. പഠിച്ചോളി മക്കളെ, എന്തായാലും ചോദിക്കും. ഷിഫ്റ്റിംഗ് കൃഷി
ഉഷ്ണമേഖലാ മഴക്കാടുകളിലും കുന്നിൻ പ്രദേശങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു പരമ്പരാഗത കാർഷിക രീതിയാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാന്തര കൃഷി എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ത് ഫീച്ചേഴ്സ്? ഇപ്പം ലാൻഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അവിടെയുള്ള ആ ഇലകളും മരങ്ങളൊക്കെ വെട്ടി അത് നമ്മൾ കത്തിച്ച് അതിൻ്റെ ആഷസ് ആ മണ്ണിൽ നിക്ഷേപിക്കുന്നു. എന്ത് നിക്ഷേപിക്കുന്നേ? വെണ്ണീര് വീണ് നമുക്കറിയാം മണ്ണിൽ നല്ല ഫലഭുഷ്ടത ഉണ്ടാകും. അത് മറ്റൊരു ഫീച്ചർ എന്താണ്? ഈ കൃഷി എന്താണ്? മണ്ണിന് ഫലഭുഷ്ടത കുറയ്ക്കുന്നത് വരെ കുറച്ച് വർഷത്തേക്ക്, ഒരു 1 അല്ലെങ്കിൽ 3 വർഷത്തേക്ക് അത് എന്ത് ചെയ്യാണ്? അത് വിളവുകൾ വൃത്തിയാക്കി ഭൂമിയിൽ വളർത്തുന്നു. മറ്റൊരു ഫീച്ചർ എന്താണ്? ലളിതമായ ഉപകരണങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇപ്പം മോഡേൺ ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് അതിന് ഉപയോഗിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? യെസ്, മറ്റൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് ഫാമിലി നമുക്ക് പഠിക്കാണ്ട്. അറിയാലോ ലാംഗ്വേജ് ഫാമിലീസ്. അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 1 വേർഡും 2 വേർഡും ഒക്കെ 3, 4 മാർക്കിനൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ടാബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഓസ്ട്രിക് ഫാമിലി, ദ്രവീഡിയന്, സിനോ ടിബറ്റന്, ഇൻഡോ യൂറോപ്യന്, അവരുടെ സബ് ഫാമിലീസ് ഏതൊക്കെയാണ്, അവരുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, ഓരോ മേഖലയിൽ സംസാരിക്കുന്ന സ്പീച്ച് ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ ഒരു വലിയ ടാബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഷുവറായിട്ടും ചോദിക്കും. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുകയും ചെയ്യും. ഓക്കെ അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് ആൻഷ്യന്റ് ടൗൺസ്? മെഡീവൽ ടൗൺസ് വിത്ത് എക്സാമ്പിൾ ഫോർ ഇച്ച്. എന്താണ് പുരാതന നഗരവും മധ്യകാല നഗരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം മെഡീവൽ ടൗണ്, ആൻഷ്യന്റ് ടൗണ്, മോഡേൺ ടൗണ്, ഇത് 3ഉം പഠിച്ചു വെച്ചോളൂ. എന്താണ് നിങ്ങളോട് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ? പഠിച്ചു വെക്കൂലേ എന്തൊക്കെയാണെന്നുള്ളത്? സെറ്റല്ലേ? യെസ്. അതായത് നമുക്ക് ആൻഷ്യന്റ് ടൗണുകളായപ്പോൾ വാരാണസി, പാടലിപുത്ര, മധുര ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മിഡീവൽ ടൗൺ ആയ ഡൽഹി, ആഗ്ര, ഹൈദരാബാദ് ഒക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? ദ ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങളുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ്. ഇതെന്ത് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് വരും. പഠിച്ചു വെച്ചോളി മക്കളെ. ഷുവറാണ് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേ? ഏതൊക്കെയാ മക്കളെ ക്രോപ്പിക്സ്? ഖാരിഫ് ജൂൺ ടു സെപ്റ്റംബർ, റാബി ഒക്ടോബർ ടു മാർച്ച്, സെയ്ദ് ഏപ്രിൽ ടു ജൂൺ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അതുപോലെ സദേൺ ഈസ്റ്റേൺ സ്റ്റേറ്റുകളുണ്ട്. ഈ സ്റ്റേറ്റുകളിൽ ഖാരിഫ് സമയത്ത് ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഒന്ന് റൈസ്, കോട്ടൺ, ബജ്ര, മെയ്സ്, ജോവർ ഒക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ സദേൺ സ്റ്റേറ്റിലോ റൈസ്, രാഗി, ഗ്രൗണ്ട്നട്ടും ജോവറൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ റാബി സീസണിൽ ഏതൊക്കെയാണ്? വീറ്റും ഗ്രാമും ഒക്കെ, മസ്റ്റാർഡ്, ബാർലി ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ സദേൺ സ്റ്റേറ്റിൽ റൈസ്, മെയ്സ്, ഗ്രൗണ്ട്നട്ട്, ജോവറൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനൽ സെയ്ദ് ഏതാ സമയം? ഏപ്രിൽ ടു ജൂൺ കാലഘട്ടത്തിൽ നോർത്തിലും സൗത്തിലായിട്ട് എന്താ കൃഷി ചെയ്യുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണല്ലോ അല്ലേ? എല്ലാം സിമ്പിളാണ്, പവർഫുൾ ആണ്. യെസ്. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോളൂ. എന്താണ് ഷുവറാണ് ക്വസ്റ്റ്യൻസ്. മാത്രമല്ല ഈ നോട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഓണം എക്സാമിൻ്റെ വാട്സപ്പ് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി, ചാപ്റ്റർ സമ്മറി, അതായത് മൈക്രോബിറ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ദെൻ ജോഗ്രഫിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. എന്തായാലും നമുക്ക് ഷുവറാണ് ഈ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു എക്സാമേ ഇല്ല മക്കളെ. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ. ബൈ.